അത്ഭുത കാഴ്ചകളുമായി സഞ്ചാരികളെ കാത്തിരിക്കുന്ന നഗരമാണ് ഡൽഹി. കാണാൻ അനവധി കാഴ്ചകളുണ്ടെങ്കിലും ഇപ്പോൾ സഞ്ചാരികളെയും ഭക്തരെയും ഒരുപോലെ വിസ്മയിപ്പിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് അക്ഷർധാം ക്ഷേത്രമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രമെന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ ക്ഷേത്രം. അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ കൊണ്ട് പ്രശസ്തമായ ദേവാലയമാണിത്. കലയുടെ ദേവത കനിഞ്ഞനുഗ്രഹിച്ച ആയിരക്കണക്കിന് കലാകാരന്മാരുടെ മാന്ത്രിക വിരലുകൾ പതിഞ്ഞ ശില്പചാതുരിയുടെ വിസ്മയതീരം. ഇന്ത്യൻ സംസ്കാരത്തിന്റെ പാരമ്പര്യത്തെയും ആചാരത്തെയും ആത്മീയതയും കോർത്തിണക്കിയ ഇവിടം ടൂറിസ്റ്റുകളുടെ പ്രധാന ആകർഷണ കേന്ദ്രമാണ്. 2007 ഡിസംബർ 17 ലോകത്തെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം എന്ന ഗിന്നസ് ലോക റെക്കോർഡിൽ ഇടം നേടിയ ക്ഷേത്രത്തിലെ മനം മയക്കും കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ കാണുന്നത്. വാസ്തുശാസ്ത്രത്തെയും പഞ്ചരത്നശാസ്ത്രത്തെയും അടിസ്ഥാനപ്പെടുത്തിയാണ് അക്ഷർധാം പണി കഴിപ്പിച്ചിരിക്കുന്നത്. 5 ഭാഗങ്ങളായാണ് ക്ഷേത്രത്തെ തിരിച്ചിരിക്കുന്നത്. ക്ഷേത്ര സമുച്ചയത്തിന്റെ മധ്യഭാഗത്തായാണ് പ്രധാന ക്ഷേത്രം നിലകൊള്ളുന്നത്. അക്ഷർധാം ക്ഷേത്ര സമുച്ചയത്തിലെ പ്രധാന കെട്ടിടത്തിന് 141 അടി ഉയരവും 316 അടി വീതിയും 370 അടി നീളവുമുണ്ട്. പിങ്ക് മണൽക്കല്ലുകൊണ്ടും വെണ്ണക്കല്ലുകൊണ്ടും തീർത്തതാണ് അക്ഷർധാം. ശില്പചാരുതയിൽ പണികഴിപ്പിച്ച ഈ ക്ഷേത്രം യമുന നദീതീരത്താണ് നിലകൊള്ളുന്നത്. സ്വാമിനാരായണ അക്ഷർധാം, ഡൽഹി അക്ഷർധാം എന്ന പേരുകളിലും അറിയപ്പെടുന്നു. കല്ലിൽ പണിതീർത്ത സ്വാമിനാരായണന്റെ ശില്പവും ഇന്ത്യാ ചരിത്രവുമായി ബന്ധപ്പെട്ട അനവധി പ്രദർശനങ്ങളും ഒരു വലിയ സംഗീതധാരാ യന്ത്രവുമൊക്കെ ക്ഷേത്രത്തിന്റെ മാറ്റുകൂട്ടുന്നു. കൊത്തുപണികളോടുകൂടിയ 234 തൂണുകൾ, 9 കുംഭഗോപുരങ്ങൾ, 20,000 മൂർത്തി ശില്പങ്ങൾ, ഹിന്ദു സന്യാസികളുടെ പ്രതിമകളും അടിത്തറയായി 148 ആനകളുടെ പ്രതിമകളടങ്ങുന്ന ഗജേന്ദ്രപീഠവുമൊക്കെയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണങ്ങൾ. ഇവയെല്ലാം പഞ്ചലോഹത്തിൽ പണികഴിപ്പിച്ചിട്ടുള്ളതാണ്. മറ്റു ലോഹങ്ങളുടെ നേരിയ അംശം പോലും ഇതിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ചുട്ടുപൊള്ളുന്ന വേനലിലും ക്ഷേത്ര സമുച്ചയത്തിൽ ചൂട് അനുഭവപ്പെടാറില്ല. ചുവരുകളെല്ലാം കൊത്തുപണികളാൽ അലങ്കൃതമാണ്. ഒരു ദിവസം മുഴുവൻ നടന്നു കണ്ടാലും തീരാത്ത കാഴ്ചകളാണ് അക്ഷർധാമിൽ ഒരുക്കിയിരിക്കുന്നത്. ചലിക്കുന്ന രൂപങ്ങളും അതിനൊത്ത ശബ്ദങ്ങളുമായി സ്വാമിനാരായണൻ സമൂഹത്തിനുണ്ടാക്കിയ പരിവർത്തനത്തിന്റെ നേർക്കഥയുടെ ചിത്രീകരണമായി പ്രദർശന ഹാളുകളും ക്ഷേത്ര സമുച്ചയത്തിലുണ്ട്. നീലകണ്ഠ യാത്ര എന്ന പേരിൽ 50 മിനിറ്റ് ദൈർഘ്യമുള്ള ചലച്ചിത്രം പടുകൂറ്റൻ വെള്ളിത്തിരയിൽ പ്രദർശിപ്പിക്കുന്നത് അക്ഷർധാമിനെ ഏറെ ആകർഷമാക്കുന്നു. അക്ഷർധാമിന്റെ മനോഹരിത വാക്കുകളിൽ വർണ്ണിക്കാനാവില്ല. മനോഹര സൗധത്തിന്റെ ദൃശ്യചാരുത നേരിട്ട് തന്നെ അനുഭവിക്കണം. അക്ഷർധാമിന്റെ മനോഹരിതയെ ക്യാമറയിൽ പകർത്താനുള്ള അനുവാദം നമുക്കില്ല. ചിത്രങ്ങൾ എടുക്കുവാനായി പ്രത്യേകം ആളുകളെയും നിയമിച്ചിട്ടുണ്ട്. പണം നൽകിയാൽ അക്ഷർധാമിന്റെ ദൃശ്യം പശ്ചാത്തലമാക്കി ഉടനടി ഫോട്ടോ ഫ്രെയിം ചെയ്ത് കിട്ടും. അതിനുള്ള സൗകര്യവും ഈ അമ്പലത്തിൽ തന്നെ ഒരുക്കിയിരിക്കുന്നു. അക്ഷർധാമിന്റെ ഏറ്റവും വലിയ ആകർഷണം ലേസർ ഷോയാണ്. ഹിന്ദു പുരാണ കഥകൾ കോർത്തിണക്കിയ ലേസർ ഷോയും ശ്രദ്ധയാകർഷിക്കുന്നതാണ്. ചരിത്രം കഥ പറയുന്ന ക്ഷേത്രത്തിന്റെ പൗരാണിക പ്രൗഢി ആസ്വദിച്ചുകൊണ്ടുള്ള ബോട്ട് സവാരിയാണ് മറ്റൊരാകർഷണം. ക്ഷേത്രത്തിനുള്ളിൽ തന്നെ ബോട്ട് സവാരിക്കുള്ള ക്രമീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സന്ധ്യ മയങ്ങുമ്പോൾ ദീപാലങ്കൃതമായി തിളങ്ങി നിൽക്കുന്ന ക്ഷേത്രത്തിന്റെ സൗന്ദര്യം ആരെയും മോഹിപ്പിക്കും. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6:30 വരെയാണ് നമുക്ക് അക്ഷർധാം ക്ഷേത്രം സന്ദർശിക്കാനായിട്ട് സാധിക്കുക. ചൊവ്വാഴ്ച മുതൽ ഞായറാഴ്ച വരെ തുറന്നിരിക്കുന്ന ക്ഷേത്രം തിങ്കളാഴ്ച അടച്ചിടുകയാണ് പതിവ്. അക്ഷർധാം യാത്രയിലൂടെ കാഴ്ചകൾ കാണാമെന്നുള്ളത് മാത്രമല്ല, അറിവിന്റെ കൈലാസവും നമുക്ക് കയറാൻ പറ്റും. അക്ഷർധാമിലേക്കുള്ള പ്രവേശനത്തിന് ഒരാൾക്ക് 80 രൂപയാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത്. പ്രവേശനവും ബോട്ടിങ്ങും ഉൾപ്പെടെ ഒരാൾക്ക് 250 രൂപയാണ് ഈടാക്കുന്നത്. ഡൽഹിയിലെത്തുന്ന 80% സഞ്ചാരികളും അക്ഷർധാം ക്ഷേത്രം സന്ദർശിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്.